الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ ബാധ്യസ്ഥരാണ് എന്ന് ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒട്ടനേകം ഘടകങ്ങളിൽ നിന്ന് ഒരു കാര്യം ഇസ്ലാം അത് പൂർണ്ണമായിട്ടുണ്ട് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം വരുമ്പോൾ ഇനി മുസ്ലിമീങ്ങളെല്ലാം ഇന്ന ആചാരം ചെയ്തോളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യം വിശ്വസിച്ചോളൂ എന്ന് ആരെങ്കിലും കൂടി തീരുമാനമെടുത്ത് കാലത്തിനനുസരിച്ച് ഇങ്ങനെ പറഞ്ഞ് വ്യത്യാസം വരുത്തുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തോടുകൂടി അത് പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ് ഈമാനായി, വിശ്വാസമായി ഉൾക്കൊള്ളേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി മതത്തിന്റെ പേരിൽ ചെയ്യേണ്ടത്, അതിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി ജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം സൂചിപ്പിക്കുന്നുമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് മാഇദയുടെ തുടക്ക ഭാഗത്ത് തന്നെ കാണാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നമുക്കൊക്കെ കേട്ട് സുപരിചിതമായ ഒരു ആയത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് മതത്തെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്, നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി, അതിലൂടെ മതം പൂർത്തീകരിച്ച് തരിക എന്നതിലൂടെ ഞാൻ ചെയ്തത് എന്റെ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി അങ്ങ് നൽകി എന്നതാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ആ പൂർണ്ണമായ മതം അനുസരിച്ച് ജീവിക്കലാണ് ഏറ്റവും നന്നായത്. അത് ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വചനം ഇറങ്ങിയതിൽ പിന്നെ
ഇസ്ലാമിന്റെ ഹുക്കുമുകളോ നിയമങ്ങളോ ഏതെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ വിശ്വാസാചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വഹയായി ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. ഖാല അലി ഇബ്നു അബീ ത്വൽഹ വ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇവരിൽ നിന്ന് പറയുന്ന യൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ അൽ ഇസ്ലാം, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ ദീനിനെ പൂർത്തിയാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ്. അഖ്ബറ അല്ലാഹു നബിയഹു വൽ മുഅ്മിനീന അന്നഹു അക്മല ലഹും അൽ ഈമാൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെയും വിശ്വാസികളെയും അറിയിക്കുന്നത് നിങ്ങളുടെ ഇസ്ലാം ഈമാൻ അത് പൂർത്തിയാക്കാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇറക്കി എന്നതാണ്. വലാ യഹ്താജൂന ഇലാ സിയാദത്തി അബദ, അതിൽ ഒരു ആവശ്യവും ഇല്ല. വലാ യഹ്താജു, ഒരു ഹാജത്തും ഇല്ല. എന്താവശ്യമില്ല? ഇലാ സിയാദത്തി അബദ, ഒന്നും വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് മാത്രമല്ല, ഫലാ യഹ്താജൂന വഖദ് അതമ്മഹുല്ലാഹു ഫലാ യൻഖുസുഹു അബദ, അല്ലാഹു അത് പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അതിലൊന്നും കുറവ് വരുത്താനും പാടില്ല. വഖദ് റളിയഹുല്ലാഹു ഫലാ യസ്ഖതുഹു അബദ, അത് ഒരാൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ അല്ലാഹു അതുകൊണ്ട് തൃപ്തിയാകുന്നു, ഒരിക്കലും അതിന്റെ പേരിൽ അല്ലാഹു കോപിക്കുകയില്ല. വളരെ ലളിതമാണ്, വളരെ വ്യക്തമാണ്. ദീനുൽ ഇസ്ലാമിൽ പ്രവാചകനിലൂടെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി പൂർത്തീകരിച്ച് പഠിപ്പിച്ചു തന്ന കാര്യം അതാണ് അല്ലാഹു തൃപ്തിപ്പെട്ടത്. അതൊരാൾ ജീവിതത്തിൽ പകർത്തുന്നുവെങ്കിൽ അതാണ് ശരിയായത്. അതിലൊന്നും കൂട്ടാൻ പാടില്ല, കുറക്കാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം വചനങ്ങൾ ഈ ആശയത്തിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുക്കും ബിഹി. പ്രവാചകൻ പറയുന്നത് ഒരു കാര്യം പോലും ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതിരുന്നിട്ടില്ല. എങ്ങനെയുള്ള കാര്യം? യുഖർരിബുക്കും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന ഒന്നും ഞാൻ വിട്ടുപോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖർരിബുക്കും ഇലൻ നാർ, നരകത്തിലേക്ക് നിങ്ങൾ എത്താൻ സാധ്യതയുള്ള ഒന്നും ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇല്ല ഖദ് നഹൈതുക്കും അൻഹു, അത് നിങ്ങളെ വിരോധിക്കാതെ ഒന്നും ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല. പറഞ്ഞാൽ സ്വർഗത്തിലെത്താനുള്ള കാര്യം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മതത്തിൽ പ്രവാചകന് പരിചയമില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഒരു കാര്യം മതത്തിന്റെ വിശ്വാസമായോ ആചാരമായോ അനുഷ്ഠാനമായോ ഒരാൾ ചെയ്യണമെന്ന് വിചാരിക്കാം, അത് ഉൾക്കൊള്ളാൻ. യഥാർത്ഥത്തിൽ അയാൾ എന്താ വിചാരിക്കുന്നത്? അയാൾ മനസ്സിലാക്കുന്ന വിഷയം എന്താ? ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റഹിമഹുല്ലാഹ്, നമുക്കറിയാം മാലിക് ഇമാം, അദ്ദേഹത്തിൽ നിന്ന് പ്രസിദ്ധമായ ഒരു അഥർ കാണാം. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി, ഒരാൾ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നു, ബിദ്അത്തായ ഒരു കാര്യം ചെയ്യുന്നു, ആരംഭം കുറിക്കുന്നു, എന്നിട്ടോ യറാഹ ഹസന, അയാൾ അവിടെ വിചാരിക്കുന്നതിനെ കാണുന്നത് ഇതൊരു നല്ലതല്ലേ എന്നത്, നല്ല കാര്യമല്ലേ എന്നാണ് അയാൾ വിചാരിക്കുന്നത്. എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാലത്തി, യഥാർത്ഥത്തിൽ അയാൾ മനസ്സിലാക്കുന്നത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന്. ഒന്നുകൂടി ലളിതമാക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോരാ, പ്രവാചകൻ പഠിപ്പിച്ചതല്ലാത്തൊരു നന്മ, അതായത് നല്ലതല്ലേ, റസൂലുള്ള പറഞ്ഞിട്ടില്ല ശരിയാണ് ചെയ്തിട്ടില്ല എന്നാലും നല്ലതല്ലേ എന്നൊരാൾ വിചാരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലതായ ഒരു കാര്യം നമുക്ക് പഠിപ്പിക്കാതെ വഞ്ചന കാണിച്ചു എന്ന് വിശ്വസിക്കുന്നതിന് തുല്യമാണ്. ഇമാം മാലിക് റഹിമഹുള്ളാഹിയുടെ വാചകമാണ്. കാരണം അദ്ദേഹം വെറുതെ പറയുന്നല്ലേ, അന്നല്ലാഹ യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അയ്യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് ഓതുകയാണ്.
എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനു യൗമ ദീന. അന്ന് ഈ ആയത്തിറങ്ങിയപ്പോൾ ദീനല്ലാത്ത ഒരു കാര്യവും ഇന്നും ദീനാവുകയില്ല. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞാനിത് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞത് പൂർണ്ണമായ ഒരു കാര്യത്തിലേക്ക് മറ്റൊന്ന് ചേർത്താൽ ആ പൂർണ്ണതയിൽ ഉള്ളത് കുറച്ച് പുറത്തു പോകും. അതിന്റെ സ്വാഭാവികതയാണ്. അതുകൊണ്ട് തന്നെ നല്ലതാണ് എന്ന് വിചാരിച്ചു ഇസ്ലാമിലില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ആമുഖം സൂചിപ്പിച്ചത് നമുക്ക് ബോധ്യമാവുന്നുണ്ടാകും. റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ മാസത്തിൽ മുസ്ലിം സമൂഹത്തിൽ രണ്ടു ചിന്താഗതിയുള്ള ആളുകളുണ്ട്. ഒന്ന്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം നടന്ന മാസമാണ് ഈ മാസം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അത് ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായി കാലങ്ങളായി ചെയ്തു വരുന്നൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന മനുഷ്യർ. മറ്റൊരു ഭാഗം, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾ ചെയ്തിട്ടില്ല, വിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ വചനത്തിലോ ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലോ എന്ന് വേണ്ട മദ്ഹബുകളിൽ ഇമാമിൽപ്പെട്ട 4 മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു വാചകവും ഈ വിഷയത്തെ കുറിച്ച് കാണില്ല. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനൊന്നില്ല. അതുകൊണ്ട് തന്നെ അത് മതത്തിൽ പുതിയൊരു കാര്യം കൊണ്ടുവരലാണ് എന്ന് ശക്തമായി വിശ്വസിക്കുന്ന, അത് തെറ്റാണെന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. ഇതിന്റെ രണ്ടിന്റെ ഇടയിലും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ പറയുക, ഇത് ഏതെങ്കിലും വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ ഒരു വിഷയം മാത്രമല്ല. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൂചിപ്പിച്ച ഈ മുൻകഴിഞ്ഞ ആമുഖം നമ്മുടെ മനസ്സിൽ വേണം. ദീനിലില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ അനുമതി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥ സുഹൃത്തുക്കളെ, ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക്, സമയങ്ങൾക്ക്, മനുഷ്യർക്ക് ഒക്കെ പ്രത്യേകത നൽകിയിട്ടുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം അധികാരമുള്ള വിഷയമാണ്. ദീനിന്റെ പേരിലാണെങ്കിൽ വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, സൂറത്തു അൽ ഖസസ്, അതിൽ കാണാം വിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നത് വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു മാ കാന ലഹും അൽ ഖിറ സുബ്ഹാനല്ലാഹി വ തആല അമ്മാ യുശ്രികൂൻ. ഖുർആനോട് പറയുന്നത് നിന്റെ റബ്ബ് അവനാണ്, അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അല്ലാഹുവാണ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നത്. അവൻ പ്രത്യേകതകൾ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നതിന് അവൻ പ്രത്യേകതകൾ നൽകുന്നു. സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹുവിന്റെ പരിശുദ്ധിയുടെ ഒരു ഘട്ടമാണ്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ചക്ക് പ്രത്യേകത നൽകിയത്. അങ്ങനെയാണ് റമദാൻ മാസത്തിന് പ്രത്യേകത നൽകിയത്. അങ്ങനെയാണ് 4 മാസങ്ങൾ പവിത്രമാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അറഫ ദിവസത്തിന്റെ പ്രത്യേകത നൽകിയത് ധാരാളം ഉണ്ട്, നമുക്കറിയാം. ചില സമയങ്ങൾക്ക് പ്രത്യേകത നൽകിയത്. എന്നാൽ സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്ന് റബീഉൽ അവ്വൽ മാസത്തിനോ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-നോ ഇല്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം. നിങ്ങൾ നമുക്ക് 4 മാസങ്ങൾക്ക് പവിത്രതയുണ്ട്, നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ എന്ന് പറഞ്ഞു. ഫമിൻഹാ അർബഅത്തുൽ ഹുറും, മുമ്പ് നമ്മൾ വിശദീകരിച്ചത് സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്ത്. അല്ലാഹു ഈ ഭൂമി ആകാശങ്ങൾ സൃഷ്ടിച്ച കാലം തൊട്ട് മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരുന്നു. അതിൽ റബീഉൽ അവ്വലില്ല. റമദാനിനെ കുറിച്ച് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അത് ലൈലത്തുൽ ഖദ്റുണ്ട്, പ്രത്യേകതയുണ്ട്. എന്നാൽ റബീഉൽ അവ്വലിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകത നൽകുന്നു, അള്ളാഹു നൽകാത്ത ഒരു കാര്യത്തിന് പ്രത്യേകത നൽകുന്നു എന്നുള്ളത് തന്നെ മഹാ അപകടം. ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയും? സുബ്ഹാനല്ലാഹ് വ തആല അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നൽകേണ്ട ഒരു സ്ഥാനം അത് മറ്റു മനുഷ്യർക്ക് നൽകുന്നതിന് തുല്യമാണ്. അവൻ അധികാരപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർ സ്വയം ചെയ്യുന്നത് എന്നർത്ഥം. അള്ളാഹു എല്ലാവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, നോക്കൂ നിങ്ങൾ, ഈ കാര്യങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷങ്ങൾ നടത്താമെന്ന് വാദിക്കുന്ന മനുഷ്യർ, അവർ ഇമാമുകളായി കൊണ്ടു നടക്കുന്ന വലിയ ഇമാമിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, അവർ ഇമാമുകളാണ്, മഹാപണ്ഡിതന്മാർ. അവര് പോലും
വളരെ കൃത്യമായി പറയുന്ന കാര്യം എന്താ അറിയോ? മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ്, നമുക്കറിയാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഇമാം ബുഖാരിയുടെ ഷറഹിന് സഹീഹുൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയിട്ടുള്ള ഫത്ഹുൽ ബാരി എഴുതിയിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണാം, വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദ് അൽ-അസ്ർ അബുൽ ഫളൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി അൻ അമലിൽ മൗലിദി, എന്താണ് യഥാർത്ഥത്തിൽ ഈ മൗലിദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഫഅജാബ ബിമാ നസ്സഹു, അദ്ദേഹം മറുപടി പറയുന്നത് അസ്ലു അമലിൽ മൗലിദി ബിദ്അ ലം തുനഖൽ അൻ അഹദ് മിന അസ്സലഫി സ്സാലിഹ് മിനൽ ഖുറൂനി അത്താലിസ. യഥാർത്ഥത്തിൽ അമലുൽ മൗലിദ്, മൗലിദ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് ബിദ്അത്താണ്. അത് ആദ്യ നൂറ്റാണ്ടുകളിലെ സലഫുകളിൽ നിന്ന് ഒരാളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, ആരും ചെയ്തിട്ടില്ല. ഈ ആദ്യ നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയും, ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നൂറ്റാണ്ട്, ആ തലമുറയെ കണ്ട് അവരിൽ നിന്ന് ദീൻ പഠിച്ച അടുത്ത തലമുറ, അവരെ കണ്ട് ദീൻ പഠിച്ച അടുത്ത തലമുറ, സഹാബികളും താബികളും താബികളും, ഇവരോളം ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്ന, പുണ്യം നേടാൻ അങ്ങേയറ്റം കാര്യങ്ങൾ ചെയ്യുന്ന മറ്റൊരു മനുഷ്യർ ലോകത്തുണ്ടാവില്ല. അത് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹും വഅർളാഹു, വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് അവരാരും ചെയ്തില്ല എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും, നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമ തലമുറ എന്ന് പറയുന്നത് എന്റെ തലമുറയാണ്, അത് കഴിഞ്ഞാൽ അടുത്തത്, പിന്നെ അടുത്തത്. ഇവർക്കാർക്കും ഇത് പരിചയമില്ല എന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും റബീഉൽ അവ്വൽ 12 ജന്മദിനം ആഘോഷിക്കാം പ്രവാചകന്റെ എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇവർക്കാർക്കും പരിചയമില്ല. ആ ആയത്തുണ്ടായിരുന്നെങ്കിൽ അവർ നമ്മേക്കാൾ ഈ കാര്യം ചെയ്യുമായിരുന്നു, അല്ലെ? പിന്നെ ആരാ ഇത് കൊണ്ടുവന്നത്? അവിടെയാണ് സുഹൃത്തുക്കൾ ഇതിന്റെ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയ കക്ഷികളാണ് ഷിയാക്കൾ. ലോകത്തെന്നും ഇന്നും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ലോക രാഷ്ട്രീയത്തെ കുറിച്ച്, ഇസ്ലാമിക രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കുന്ന ആളുകൾക്കറിയാം ഉണ്ടാക്കുന്ന അപകടങ്ങളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും. ഈ ഷിയാക്കളുടെ കൂട്ടത്തിലെ ധാരാളം വിഭാഗങ്ങളുണ്ട്. ആ കൂട്ടത്തിലെ ഒരു വിഭാഗമാണ് ഫാത്തിമി ഷിയാക്കൾ. അവർ ബാത്തിനുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാത്തിനിയാക്കൾ, ബാത്തിനിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉള്ളിൽ കയറിയ യഹൂദികളും നസ്രാണികളുമായ ആളുകൾ. അവർ തുടങ്ങി വെച്ച, അവർ യഥാർത്ഥത്തിൽ ഈജിപ്തിൽ ആദ്യ കാലഘട്ടത്തിൽ മൊറോക്കയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ അന്ന് ഭരിച്ചിരുന്ന അദാരിസികൾ എന്ന് പറയുന്ന, അവിടെ ഭരണം നടത്തിയിരുന്ന അന്നത്തെ ഭരണകൂടത്തെ ഹിജറ 172 താഴെ വീഴ്ത്തുകയും ചെയ്ത ഫാത്തിമി ഷിയാക്കൾ, അവർ മൊറോക്കയിൽ നിന്ന് ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ അന്നുണ്ടായിരുന്ന ആളുകളെ അവർ അവരുടെ ആദർശവുമായി മെല്ലെ മെല്ലെ കടന്നു ചെല്ലുകയും പ്രബോധനം നടത്തുകയും അവസാനം ഭരണം പിടിക്കുകയും ചെയ്തു. ദീർഘമായ ചരിത്രം. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സുന്നികളായിരുന്ന അന്നുണ്ടായിരുന്ന മനുഷ്യർ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരും ബാക്കിയുള്ള ആളുകളൊക്കെ, അവർക്കിടയിൽ ഈ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ, ഷിയാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സാധാരണ മുസ്ലിങ്ങളെ പോലെ ഒരു വിഭാഗം ആളുകളെന്നല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ വ്യത്യസ്ത 20ഓളം വിഭാഗങ്ങളുണ്ട് ഷിയാക്കളുടെ കൂട്ടത്തിൽ. ആ സ്വഹാബികൾ കാഫിറുകളാണ് എന്നാണ് മൊത്തത്തിൽ അവരുടെ വിശ്വാസം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ആ ഷിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നീചന്മാരും അങ്ങേയറ്റത്തെ പ്രശ്നക്കാരുമായിരുന്ന ആളുകളായിരുന്നു ഫാത്തിമി ഷിയാക്കൾ. ഉബൈദികൾ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന മനുഷ്യർ. ആയിരക്കണക്കിന് മുസ്ലിം പണ്ഡിതന്മാരെ തലയെറുത്തു കൊന്ന ആളുകളായിരുന്നു ഫാത്തിമിയാക്കൾ. അവർ മുസ്ലിമീങ്ങളോട് ശക്തമായ അഹ്ലുസുന്നയുടെ ആളുകളോട് യുദ്ധം പ്രഖ്യാപിച്ച മനുഷ്യരാണ്. ഫാത്തിമിയാക്കൾ ഈജിപ്തിൽ ഭരിച്ചിരുന്നിടത്ത് ചരിത്രം വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും, അവർ അള്ളാഹുവിന്റെ പേര് കേട്ടാൽ അവർ സുജൂദ് ചെയ്യില്ല. പള്ളികളിൽ അവരുടെ ഭരണാധികാരികളുടെ പേര് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന, അങ്ങാടികളിൽ സൂക്കുകളിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന കുറെ മനുഷ്യർ. അപ്പോ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്ന സംസാരത്തിനിടയിൽ ഭരണാധികാരികളുടെ പേര് കേട്ടാൽ അവർ അവിടെ സുജൂദ് ചെയ്യുന്ന, പണ്ഡിതന്മാരെ നിരത്തി നിർത്തി സ്വഹാബത്തിന്റെ പേര് പറയും. ആരാണോ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവരുടെ തലയെടുക്കും. ഇതൊക്കെയായിരുന്നു അവരുടെ സ്വഭാവം. ഈ ആളുകൾ
അന്നുണ്ടായിരുന്ന മനുഷ്യർക്കിടയിൽ അവരുടെ സ്വാധീനം നിലനിർത്താനും ഭരണം നിലനിർത്താനും അവർ ചെയ്ത കാര്യങ്ങളുണ്ട്. എന്താ ചെയ്തെന്നറിയോ? അവർ കുറെ ആഘോഷങ്ങൾ നടപ്പിലാക്കും ഇസ്ലാമിന്റെ പേരിൽ. ആദ്യം അവർ കൊണ്ടുവന്ന മുഹറത്തിലെ ആഘോഷം. മനുഷ്യന്റെ ഒരു പ്രകൃതമുണ്ട്, കാട്ടിക്കൂട്ടലുകൾ കണ്ട. ഇന്ന് നോക്കൂ നിങ്ങൾ, പള്ളിയിൽ പോവാത്ത മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാവില്ല. വേറെ എന്ത് തോന്നിയാസങ്ങൾ ചെയ്താലും വേറെ എന്തൊക്കെ രൂപത്തിലായിരുന്നാലും അവൻ മഹല്ലിലെ വേണ്ടപ്പെട്ടവനാവും. എങ്ങനെയാവും? ഇതുപോലുള്ള ആഘോഷങ്ങളിലൊക്കെ ഒന്ന് സജീവമായാൽ മതി. അങ്ങനെയല്ലേ വസ്തുത സുഹൃത്തുക്കളെ? ഏതായിരുന്നാലും മുഹറത്തിലെ ആഘോഷം, അതേപോലെ ന്യൂ ഇയർ ആഘോഷം, ഇതുപോലെ തന്നെ പിന്നെ അവർ കൊണ്ടുവന്നതാണ് മൗലിദുകൾ. ഇവർ ഫാത്തിമികൾ എന്ന് പേര് പറയാൻ കൂടി കാരണം എന്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തി പറഞ്ഞാലേ ആളുകൾ ഉൾക്കൊള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പേര് തന്നെ ഫാത്തിമിയാക്കൾ എന്ന് അവർ സ്വയം സ്വീകരിച്ചത്. ഏതായിരുന്നാലും ഇവരാണ് ഹിജറ 362കളിൽ ആദ്യമായി ലോകത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 പേരുടെ മൗലിദ് ലോകത്ത് ആദ്യമായി ഒരു ആഘോഷമായി കൊണ്ടുവന്ന് തുടങ്ങുന്നത്. പിൽക്കാലത്ത് ഇറാഖിൽ ഹെർബൽ എന്ന് പറയുന്ന ആ രാജ്യം ഭരിച്ചിരുന്ന, അവിടുത്തെ പ്രവിശ്യ ഭരിച്ചിരുന്ന മുലഫർ എന്ന് പറയുന്ന രാജാവ് ഒന്നുകൂടെ ഉഷാറാക്കി കൊണ്ടുവന്നു. ഇതാണ് മൗലിദിന്റെ ചരിത്രം. ഇതൊന്ന് വേണ്ട, അരുത് എന്ന് പറയുന്ന മനുഷ്യർ പറയുന്നല്ല, ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കപ്പെട്ട എവിടുന്ന് വന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്തിലെ ചെറുപ്പക്കാർക്കൊക്കെ ഏത് ഭാഷയിലും നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കാണാവുന്ന വിഷയങ്ങളാണ്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ദീനുൽ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി കയറി വന്ന മനുഷ്യർ, അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ആചാരമാണ് മുസ്ലിം സമൂഹം വളരെ ഗൗരവത്തോടുകൂടി, വളരെ കാര്യമായിട്ട് വലിയ പണം ചെലവഴിച്ച് മതത്തിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാകാൻ പോകുന്ന അപകടം എന്താ? അള്ളാഹുവിന്റെ അരികിൽ വിദഗ്ധക്കാരനായി അവർ കടന്നു ചെല്ലുന്നത്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇതൊക്കെ വളരെ നിസ്സാരമായ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വഹാബികളുടെ പ്രശ്നം, ഇത് സുന്നികളുടെ പ്രശ്നം, അങ്ങനെ ഒരിക്കലും ഇതുപോലുള്ള വിഷയങ്ങളൊന്നും കാണരുത്. നരകവും സ്വർഗവും തീരുമാനിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. വിദഗ്ധ മതത്തിൽ ചെയ്യാന്ന് പറഞ്ഞ എന്താ അതിന്റെ ഗൗരവ സുഹൃത്തുക്കളെ? നിങ്ങൾ നോക്ക്, ഏത് മനുഷ്യനായിക്കോട്ടെ, ദീൻ പറയുന്ന ഏതൊരു മനുഷ്യരും, അത് സംഘടന വ്യത്യാസമൊന്നുമില്ല, അവിടെ സംസാരം തുടങ്ങുമ്പോ പറയൽ നിയമമാക്കപ്പെട്ടൊരു കാര്യമാണ്. വക്കുല്ല ബിദ്അത്തിൻ ളലാല വക്കുല്ല ളലാലത്തിൻ ഫിന്നാർ. നമുക്കൊക്കെ അറിയില്ലേ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടിലാണ്. വഴികേട് മുഴുവൻ നരകത്തിലാണ്. ഇത് പറയാതെ ആരും സംസാരിക്കാൻ ദീനുൽ ഇസ്ലാം പറയൂലേ? സംസാരത്തിലൊക്കെ ഇത് പറയും. ഓരോ ഖുതുബയിലും ഇത് വിളിച്ചു പറയുന്നുണ്ട് അല്ലെ? എന്ന് മാത്രമാണോ? കുറെ കാര്യങ്ങൾ ബിദ്അത്തുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കുറെ അധികം ഗൗരവമായ താക്കീതുകളുണ്ട്. മുഴുവൻ സംസാരിക്കുക നമ്മുടെ ഖുതുബയിൽ പരിധിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ, ഒന്ന്, ഇന്നല്ലാഹ ഹജബ തൗബ അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. അല്ലാഹു തൗബ തടയും. ആരുടെ? ഓരോ ബിദ്അത്തുകാരന്റെ. അവൻ ആ ബിദ്അത്തിൽ നിന്ന് പിന്മാറുന്നത് വരെ. പറഞ്ഞെന്താ മനസ്സിലായി വിചാരിക്കുന്നത്? ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യൻ അയാൾ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അയാൾ തൗബ ചെയ്യുന്നു. ഏത്? ഈ പ്രവർത്തനത്തിൽ നിന്നല്ല. മനുഷ്യൻ എന്ന നിലയിൽ, വിശ്വാസി എന്ന നിലയിൽ സ്വാഭാവികമായും അള്ളാഹുവോട് കേളിച്ചു മടങ്ങുന്നവരാണ്. തൗബ തടയും ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം വരെ. ഇത് ഗൗരവമാണ്. മറ്റൊരു ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഹൗദിന്റെ അരികിൽ വരും. അള്ളാഹു നമ്മേക്ക് അനുഗ്രഹിക്കുമാറാണ്. അവിടെ നിന്ന് ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം, പ്രവാചകന് നൽകുന്ന ഫളൽ, പ്രത്യേകത, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹൗദുൽ കൗസർ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ആളുകൾ വരുമ്പോ പ്രവാചകനും ഇവർക്കും ഇടയിൽ ഒരു മറയിടും. ഇത് പ്രസംഗിക്കാനുള്ള വിഷയം മാത്രമല്ല, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മറയിടുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇവരും എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ. അതെങ്ങനെ തിരിച്ചറിയാം? പണ്ഡിതന്മാർ മറ്റു ഹദീസുകൾ കൊണ്ടുവന്നിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഉളുവെടുത്ത അടയാളങ്ങൾ, പാടുകളൊക്കെ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, എങ്ങനെ നബിയെ കോടാനകോടി മനുഷ്യരിൽ നിന്ന് തങ്ങളുടെ ഉമ്മത്തിനെ മാത്രം തിരിച്ചറിയാൻ ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചെന്തറിയോ? വെളുത്ത കുതിരയിൽ കറുത്ത രോമങ്ങളുണ്ടെങ്കിൽ അത് വേറെ അറിയില്ലേ? അല്ലെങ്കിൽ കറുത്ത കുതിരയിൽ വെളുത്ത രോമങ്ങളുണ്ടെങ്കിൽ തിരിച്ചറിയില്ലേ? കൈകാലുകളൊക്കെ വെള്ള നിറമുണ്ടെങ്കിൽ അതുപോലെ എന്റെ ഉമ്മത്തിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും.
ഏതായിരുന്നാലും എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ തന്നെ മറയിടും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോ ഇന്നഹും മിന്നി, ഇവരും എന്റെ കൂട്ടത്തിലാണെന്ന് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നബിയേ നിങ്ങൾക്കു ശേഷം അവർ മതത്തിൽ എന്തു ചെയ്തു എന്ന് നിങ്ങൾക്കറിയില്ല. അവിടെ മറ്റൊരു കാര്യം കൂടി എന്തറിയോ, സാധാരണഗതിയിൽ ആളുകൾ വിശ്വസിക്കുന്നതോ വിശ്വസിപ്പിക്കുന്നതോ എന്നറിയും. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കിടന്നുകൊണ്ട് നേർക്ക് നേരെ കാണുന്നു എന്നതാണ്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ കാലശേഷം അവരെന്തു ചെയ്തു എന്ന് നിങ്ങൾക്കറിയില്ല നബിയെ. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ അറിയാത്തത് കൊണ്ടാണ് ഇവരും എന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഅഖൂലു, അപ്പൊ ഞാൻ പറയും, സുഹത്തൻ സുഹത്ത, നിങ്ങൾ ദൂരേക്ക് പോകണം എന്ന് പറഞ്ഞ് ആട്ടിയോടി. നിങ്ങൾ നോക്ക്, എന്തിന്റെ പേരിലായത്? മദ്യപിച്ചതിന്റെ, വ്യഭിചരിച്ചതിന്റെ, തോന്നിവാസങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, നമസ്കരിച്ചതിന്റെ പേരിൽ, ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ, സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ. എങ്ങനെയുള്ളത്? പ്രവാചകൻ പഠിപ്പിക്കാത്ത നമസ്കാരങ്ങളാണ് അവർ നിർവഹിക്കുക. അതിനാണ് വിദാത്ത് എന്ന് പറയുക, അല്ലെ? മതത്തിൽ അവർ പുതിയത് ചെയ്തു. പ്രവാചകൻ പഠിപ്പിക്കാത്ത ദിവസങ്ങൾ, പ്രവാചകൻ കാണിക്കാത്ത സമയങ്ങൾ, അതിന് പ്രത്യേകത കൊടുത്ത് ഇബാദത്തുകൾ ഉണ്ടാക്കി. അങ്ങനെ മതത്തിന്റെ പേരിൽ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്തു കൂട്ടിയ ആചാരങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. മറ്റൊരു ഹദീസ് കാണാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച എല്ലാം ബിദ്അത്താണെന്ന് പറയുന്ന ഹദീസ്. മറ്റൊരു ഹദീസ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയാതിരിക്കും, അത് തള്ളിക്കളയേണ്ടതാണ്. മറ്റൊരു റിവായത്തിൽ ഉള്ളതാണ്, കൊണ്ടുവന്നവനെയും തള്ളണം. അവൻ വേറെ കാര്യം പറഞ്ഞാലും കേൾക്കേണ്ടതാണ്. മതത്തിൽ പുതിയതായി ഒരു കാര്യം കൊണ്ടുവരുന്നവൻ, അവനെയും അവൻ കൊണ്ടുവന്നതിനെയും തള്ളണം. ഈ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ മറ്റു ചില ഹദീസുകൾ കൊണ്ട് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിന്റെ ഒരു വാചകം കാണാം, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റആഹ അന്നാസു ഹസന. പുതിയതുണ്ടാക്കുന്നതൊക്കെ അത് ബിദ്അത്ത്, വഴികേടാണ്. ജനങ്ങൾ മുഴുവൻ അത് നന്മയാണെന്ന് കണ്ടാലും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി ഈ ആയത്തിനെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വഫീഹി അന്നൽ അമല വ ഇൻ വാഫഖ നിയ്യ ഹസന. എന്താണ് പറഞ്ഞത്? ഒരാൾ ഒരു അമല് ചെയ്യാം, അയാളുടെ ഹസന, നിയ്യത്ത് നന്നായി എന്ന് വിചാരിക്കുക, നല്ല നിയ്യത്തോടുകൂടെ ചെയ്തത്, ലം യസഹു, എന്നാലും അത് ശരിയാവുകയില്ല, ഇല്ല ഇദൻ വഖഅ അലാ വാഫഖ ശർഇ, ശറഇലെ പ്രമാണങ്ങളോട് അത് യോജിച്ചു വന്നിട്ടില്ലെങ്കിൽ, മനസ്സിൽ നല്ല ആഗ്രഹം തന്നെയാണെങ്കിലും അത് യോജിച്ചു വന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു വാശിയുടെ മറ്റേതെങ്കിലും വിഷയമല്ല, മറിച്ച് ദീൻ അള്ളാഹു ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്, അത് തന്നെ ധാരാളം നമുക്ക് ചെയ്യാനുണ്ട്. അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു എല്ലാവർക്കും ഹുദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. രണ്ടാമതും അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. ശാഫഈ മദ്ഹബിലെ ഒരു മഹാപണ്ഡിതനായിരുന്നു അബൂ സൗർ അൽ കൽബി എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം ബിൻ ഖാലിദ് അൽ യമാനി അശ്ശാഫഈ എന്നാണ് അറിയപ്പെടുന്നത്. ഹിജ്റ 170കളിൽ ജീവിച്ച, എന്ന് പറഞ്ഞാൽ 2ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാപണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്നിടത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ദർസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ 2 മാസക്കാലം ദർസിൽ കണ്ടില്ല, ക്ലാസ്സിൽ കണ്ടില്ല. 2 മാസം കഴിഞ്ഞ് ഈ വ്യക്തി ക്ലാസ്സിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണുള്ളത്. ഒരു കണ്ണ് അദ്ദേഹം എന്തുകൊണ്ടോ അടച്ച് തുണികൾ വെച്ച് മൂടിയിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച പോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ അബൂ സൗർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങൾ കുറെ ദിവസം കണ്ടില്ലല്ലോ, എന്താണ് ഇങ്ങനെയൊക്കെ?
അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഭൂമിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിന്മകളാണ് കാണുന്നത്, എല്ലായിടത്തും തിന്മകളാണ് വ്യാപിച്ചു കിടക്കുക. അതുകൊണ്ട് ഞാൻ ഇബാദത്തുകൾ അതിന്റെ വീട്ടിൽ തന്നെ ഇരിക്കരുത്. അപ്പൊ എന്താണ് ഇത് ഇങ്ങനെയൊക്കെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, കണ്ണുകളാണ് ഒരുവിധ തിന്മകൾക്കൊക്കെ കാരണമാവുന്നത്. അതുകൊണ്ട് കണ്ണ് അത് അടച്ചു വെക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നാൽ ആവശ്യത്തിന് ഒരു കണ്ണ് മതിയല്ലോ, 2 കണ്ണിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു കണ്ണുകൊണ്ടുള്ള തിന്മകൾ എനിക്ക് വേണ്ടതില്ല, അത് കിട്ടാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒട്ടിച്ചു വെച്ചത്. അബൂ സൗർ അൽ ഖൽബി റഹിമഹുല്ലാ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, നിങ്ങളുടെ 2 മാസത്തെ നമസ്കാരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, മടക്കി സ്വീകരിക്കണം, നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ചരിത്രം, ഈ വിഷയം പണ്ഡിതന്മാർ എടുത്തു കൊടുക്കുന്നതിനറിയും. ദീനിൽ സ്വയം ഒരാൾ ഒരു കാര്യം ചിന്തിച്ചത് തിരക്കടില്ലാതെ തോന്നിയ ഒരു കാര്യം ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്താ അവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനുഷ്യൻ ചിന്തിച്ചത് ഏറ്റവും നല്ല കാര്യമാണ്, തിന്മ വന്നു പോകരുത് എന്ന് വിചാരിച്ച് അയാളോടൊരു അങ്ങേറ്റത്തെ സൂക്ഷ്മതയാണ് ചെയ്തത്. അയാൾ കണ്ണിൽ അവിടെ എന്തൊക്കെയോ പുരട്ടിയിട്ട് ഇവിടെ ഇത് ഒട്ടിച്ചു വെച്ചപ്പോ വെള്ളം നനയാതെ ഉതുവെടുക്കാൻ പറ്റാത്ത ആ അവസ്ഥ അയാൾക്കുണ്ടായി. അവിടെ നിന്ന് എത്തിയിട്ടില്ല, വെള്ളം എത്തിയിട്ടില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ അള്ളാഹു റസൂലോ കൽപ്പിച്ചിട്ടില്ല. ഉണ്ടോ? അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാനും പറ്റി. അപ്പൊ മതത്തിൽ തെളിവില്ലാതെ ഈ കാര്യം ചെയ്ത് നിങ്ങളുടെ ഉദു നഷ്ടപ്പെടുത്തി, നിങ്ങൾ ഈ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്ത മനുഷ്യരാണെങ്കിൽ അറിയുന്ന മനുഷ്യരോട് ചോദിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവ് വളരെ 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 ചെറുതാണ്. വാശിക്കപ്പുറത്ത്, നമ്മുടെ മറ്റേതു കാര്യങ്ങൾക്കപ്പുറത്തും നിഷ്കളങ്കമായി സ്വസ്ഥമായി ഇരിക്കുന്ന മനുഷ്യർ മൗലിക ആഘോഷിക്കുന്നവരാണ് എന്ന അർത്ഥത്തിലൊന്നെല്ലാം പറയുന്നത്. എന്നാൽ ഇതൊക്കെ അത്ര വലിയ സീരിയസ് ആണോ എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം നന്നായി പഠിക്കുക. ദീനിലുള്ളതാണെങ്കിൽ അത് മനുഷ്യർക്ക് ജീവിതത്തിൽ പകർത്ത മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ എന്തറിയോ, വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹി വമല്ലാഹു ബിആഫിലിൻ അമ്മാ തഅമലൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം അതൊരാൾ മറച്ചു വെച്ചാൽ അതിനോളം അല്ലാഹുവിന് കോപമുള്ള ഒരു വിഷയം എന്താണ്? ദീനിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് സ്നേഹത്തോടെ ഉപദേശിക്കേണ്ട മനുഷ്യരാണ് നമ്മൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, പാപങ്ങളും പുറത്തു മാപ്പാക്കരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീൻ സത്യസന്ധമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാം അറിവും ആരോഗ്യവും തൗഫീഖും സാഹചര്യവും എല്ലാം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കരുമാറാവട്ടെ. മരണപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അവരെയും നമ്മയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.